നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മഴക്കെടുതിയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ വീതം നൽകുമെന്നും ഈ സഹായത്തിന് അർഹരാകാൻ ക്യാമ്പിൽ പോകണമെന്ന നിർബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും സഹായം ലഭ്യമാകുമ്പോൾ തിരികെ വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകാനും വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ വീതം നൽകാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകും. കൃഷിനാശം സംഭവിച്ചതിലെ നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിച്ചതിനു ശേഷം തീരപ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുകയും കൂടുതൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുകയും ചെയ്യും. പുനർഗേഹം പദ്ധതി പുതുക്കി തുക വർദ്ധിപ്പിക്കാനും പുതിയ പദ്ധതി കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നതിനൊപ്പം ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം ഏർപ്പെടുത്തും. രാജ്യത്തിന് മാതൃകയായ ദുരന്ത നിവാരണ പരിപാടികളും കാലാവസ്ഥ പ്രവചനത്തിന് പുതിയ സംവിധാനവും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡാമുകളിലെ മണ്ണും ചുളിയും നീക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ റവന്യൂ, ജലവിഭവ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മാറിയാൽ ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കും. മഴക്കെടുതിയിൽ ഇതുവരെ 26 പേർ മരിക്കുകയും 4 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 452 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും 67ഓളം കോടി രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളതെന്നും 1882 ഹെക്ടർ സ്ഥലത്തെ കൃഷിയെയും 23,537 കർഷകരെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിഷേധിക്കുന്ന പൈലറ്റ് പദ്ധതിക്ക് രൂപം നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും നിർദ്ദേശം നൽകി. ഇൻഷുറൻസ് രഹിത വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. ഇത്തരം വാഹനങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാനും പിഴ ഈടാക്കാനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ രാജ്യത്തെ മുഴുവൻ റോഡുകളിലും കാൽനടയാത്രക്കാർക്കായി കൃത്യമായി വേർതിരിച്ചതും കയ്യേറ്റമില്ലാത്തതുമായ ഫുട്പാത്തുകൾ ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഫുട്പാത്തുകളിലൂടെയുള്ള സുരക്ഷിതമായ സഞ്ചാരം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണെന്നും റോഡുകളിൽ മോട്ടോർ വാഹനങ്ങളെക്കാൾ മുൻഗണന നൽകേണ്ടത് കാൽനട യാത്രക്കാർക്കാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വലിയ സാമ്പത്തിക നിക്ഷേപമോ നിർമ്മാണങ്ങളോ ഇല്ലാതെ തന്നെ ആവശ്യമെങ്കിൽ കയറുകൾ ഉപയോഗിച്ചോ അതിർത്തി തിരിച്ചാണെങ്കിലും കാൽനടപാതകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജന് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചുകൊണ്ട് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി ധനസഹായം ലഭിക്കുന്നവർ നമ്മുടെ വീടുകളിലും ഉണ്ടാകും. പ്രതിവർഷം 6,000 രൂപയാണ് ഈ പദ്ധതി വഴി കർഷകർക്ക് ലഭിക്കുന്നത്. ഈ ധനസഹായ പദ്ധതിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരുന്ന 5 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഇതിനായി 3.15 കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. അതായത് അടുത്ത 5 വർഷത്തേക്കുള്ള ധനസഹായം പൂർണ്ണമായും അനുവദിച്ചു കഴിഞ്ഞു. പ്രതിവർഷം 6,000 രൂപ വീതം 2,000 രൂപയുടെ 3 ഗഡുക്കളായാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നത്. എന്നാൽ ഈ ധനസഹായം തടസ്സമില്ലാതെ തുടർന്നു ലഭിക്കുന്നതിന് നമ്മളിപ്പോൾ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. KYC പൂർത്തിയാക്കുന്നതോടൊപ്പം അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കർഷക ID എടുക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ കർഷകർക്ക് ഈ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായതിനാൽ തന്നെ കോമൺ സർവീസ് സെന്ററുകളിൽ ഇതിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഫേസ് ഒതന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് KYC നടപടികൾ പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുന്ന ഈ പ്രോസസ് നിർവഹിച്ചാൽ കർഷകർക്ക് തുടർന്നും സുരക്ഷിതമായി ഈ ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. ഓരോ വർഷവും നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം എന്നതിനാൽ ഇത്തരം പുതുക്കലുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ദേശീയ തലത്തിൽ KYC പുതുക്കുന്നതിന് നിലവിൽ പ്രത്യേക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭവനുകളിൽ നിന്ന് ഇത് നിർബന്ധമായും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർഷകരുടെ വിവരങ്ങൾ പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്. അതുകൊണ്ട് സംസ്ഥാന കൃഷിഭവനുകളുടെ നിർദ്ദേശപ്രകാരം കർഷകർ KYC പുതുക്കി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്:
നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കായി SBI ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ആശാ സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെയാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ UG, PG, MBBS, MBA കോഴ്സുകൾ ചെയ്യുന്നവർക്കും IIT, IIM പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടിയവർക്കുമെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. പ്രതിവർഷം 15,000 രൂപ മുതൽ കോഴ്സുകൾക്കനുസരിച്ച് 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പായി ലഭിക്കുന്നത്. 100 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതിയിലൂടെ രാജ്യത്തൊട്ടാകെയുള്ള 25,000 അർഹരായ വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത്. റേഷൻ കാർഡിന്റെ മുൻഗണനയൊന്നും ഇതിന് തടസ്സമല്ല. പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ മാർക്കിന്റെയും കുടുംബ വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ഈ സ്കോളർഷിപ്പ് നൽകുന്നത് SBI ഫൗണ്ടേഷനാണ്. SBI ബാങ്കുമായി ഇതിന് നേരിട്ട് ബന്ധമില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സമയബന്ധിതമായി തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കുടുംബശ്രീയുടെ ഈ വർഷത്തെ ഓണം വിപണന മേള ഈ മാസം 20 മുതൽ 25 വരെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കും. വിവിധ ജില്ലകളിലും CDS തലത്തിലുമായി 2000-ലധികം വിപണന കേന്ദ്രങ്ങളാണ് ഇതിനായി ഒരുക്കുന്നത്. 50,000-ഓളം കുടുംബശ്രീ സംരംഭകരുടെ പങ്കാളിത്തം ഇത്തവണത്തെ മേളയുടെ പ്രധാന സവിശേഷതയാണ്. ആലപ്പുഴ ജില്ലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും മേളകൾ സംഘടിപ്പിക്കുക. കാർഷിക സൂക്ഷ്മ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, അട്ടപ്പാടിയിലെ ചെറുധാന്യങ്ങൾ, കുടുംബശ്രീയുടെ പ്രത്യേക ഓണക്കിറ്റുകൾ, ഓണസദ്യ എന്നിവ മേളയിൽ ലഭ്യമാകും. കഴിഞ്ഞ വർഷത്തെ 50 കോടി രൂപയുടെ വിറ്റുവരവ് മറികടക്കുകയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ കേന്ദ്രവിഹിത പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ തുക അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഓണത്തിന് മുൻപായി ഒന്നിലധികം ഗഡു ക്ഷേമ പെൻഷനുകൾ, അതായത് 2,000 രൂപയോ 4,000 രൂപയോ ഒരുമിച്ച് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഓണത്തിന് 4,000 രൂപ പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെയോ മന്ത്രിസഭയുടെയോ ഭാഗത്തു നിന്നും യാതൊരുവിധ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിൽ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് തീരുമാനത്തിന് ശേഷം ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ എത്ര ഗഡു തുക വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 15-ഓടെ ആരംഭിച്ചേക്കുമെന്നും കൂടുതൽ ഗഡുക്കൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ. ഏതായാലും സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി സെപ്റ്റംബർ മാസത്തെ തുക കൂടി മുൻകൂറായിട്ടാണ് ഓണത്തിന് നൽകുന്നത് എങ്കിൽ അടുത്ത പെൻഷൻ ഗഡുവിനായി ഒക്ടോബർ അവസാനം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യവും എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ പെൻഷൻ യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായി എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-ന് മുൻപായി വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ടോ കിടപ്പ് രോഗികൾക്കായി അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തുന്ന ഹോം മസ്റ്ററിംഗ് സൗകര്യം മുൻകൂട്ടി അപേക്ഷിച്ച് ഉപയോഗപ്പെടുത്തിയോ ഇത് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഇതുവരെയും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അത് എത്രയും വേഗം പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ സംബന്ധമായ സുപ്രധാന അറിയിപ്പുകൾ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അത് കൃത്യമായി ഏൽപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആനുകൂല്യം പൂർണ്ണമായും മുടങ്ങുമെന്ന് മാത്രമല്ല, ഇനി എന്നാണോ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് അംഗീകാരം ലഭിക്കുന്നത് അന്നു മുതൽ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. എന്നാൽ ഈ സാഹചര്യത്തിൽ മുടങ്ങിപ്പോയ മുൻകാല തുകകൾ പിന്നീട് ലഭിക്കുന്നതുമല്ല. അതിനാൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസും സമർപ്പിക്കേണ്ട രേഖകളും ഏതൊക്കെയാണെന്നറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്വന്തം ആധാർ നമ്പർ നൽകി പരിശോധിക്കാവുന്നതാണ്. തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ അർഹരായ എല്ലാവരും ആവശ്യമായ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ചയുണ്ടായ ഇടിവിനു പിന്നാലെ ഓഗസ്റ്റ് 5 ബുധനാഴ്ച സ്വർണ്ണ നിരക്കുകൾ കുത്തനെ ഉയരുകയായിരുന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 160 രൂപ വർദ്ധിച്ച് 13,360 രൂപയും പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.